യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി സഹായം തേടി ഭർത്താവും മകളും ലോക കേരള സഭയ്ക്ക് മുന്നിലെത്തി. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് വഴി തുറന്നതാണ് നിമിഷപ്രിയയുടെ കുടുംബത്തിന് പ്രതീക്ഷ നൽകുന്നത്. ലോക കേരള സഭയിൽ ഒത്തുചേർന്ന വ്യവസായ പ്രമുഖരുടെ ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. ഈ റിപ്പോർട്ടോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. അല്പസമയത്തിനകം അടുത്ത വാർത്താ ബുള്ളറ്റിനിൽ സിജു സുഗതൻ. വർഷങ്ങൾക്ക് ശേഷം യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ കാണാൻ അമ്മയ്ക്ക് അവസരം ലഭിച്ചതോടെയാണ് ജയിൽ മോചന ചർച്ചകൾ സജീവമായത്. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് വഴി തുറന്നതും നിമിഷപ്രിയയുടെ കുടുംബത്തിന് പ്രതീക്ഷ നൽകുന്നു. എന്നാൽ പ്രാഥമിക ചർച്ചകൾ ആരംഭിക്കാൻ തന്നെ വലിയ സാമ്പത്തിക സഹായവും ഇടപെടലും ആവശ്യമാണ്. അതിന് സഹായം അഭ്യർത്ഥിച്ചാണ് ഭർത്താവ് ടോമിയും മകളും ലോക കേരള സഭയ്ക്ക് മുന്നിലെത്തിയത്. കേരള ലോക സഭയിലേക്ക് വന്നിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരെയും കാണാം. അതുപോലെ പ്രവാസികളായ ഒരുപാട് ആളുകൾ ഇതിനകത്തുണ്ട്, നമ്മളെ സഹായിക്കാനുള്ളവരുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഒത്തുകൂടുന്നൊരു ദിവസമായതുകൊണ്ട് ഇന്ന് ആ ഒരു ദിവസത്തിനായിട്ടാണ് ഞാനും കൊച്ചും കൂടി ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം എല്ലാവരുടെയും സഹായവും പ്രതീക്ഷയും ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നു. അത് തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങളിപ്പം ഇവിടം വരെ വന്നിരിക്കുന്നത്. ജയിൽ മോചിതയായി അമ്മ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് നിമിഷപ്രിയയുടെ മകൾ. സഹായത്തിനായി നോട്ടീസുകളുമായാണ് ലോക കേരള സഭയ്ക്ക് മുന്നിൽ ഇരുവരും എത്തിയത്. ഇപ്പോൾ ഞങ്ങൾ കുറേ ആൾക്കാരെ കാണാൻ വേണ്ടി വന്നേക്കാണ്. ഞാനും പപ്പയും മമ്മേനെ പെട്ടെന്ന് തന്നെ രക്ഷിച്ചു കൊണ്ടുവരണം. എനിക്ക് കാണാൻ കൊതിയാവുന്നുണ്ട്. ഞാനും പപ്പയും ഇപ്പോഴും മമ്മീനെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പ്രമുഖ പ്രവാസി വ്യവസായികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത ലോക കേരള സഭയുടെ പ്രതിനിധി ചർച്ചകളിൽ നിമിഷപ്രിയയുടെ മോചന വിഷയവും ചർച്ചയായി. ഇതും കുടുംബത്തിന്റെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.